തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ തോൽവിക്ക് പിന്നാലെ കേരളത്തിൽ തരംഗമായ പാട്ടാണ് പോറ്റിയെ കേറ്റിയെ എന്ന് തുടങ്ങുന്ന പാരഡി ഗാനം. സത്യം പറഞ്ഞാൽ സർക്കാരിനിട്ടുള്ള ഒരു പണിയാണ് ഈ പാട്ടെന്ന് തന്നെ പറയേണ്ടി വരും. അത് മനസ്സിലായ LDF നേതാക്കളും മന്ത്രിമാരും ഈ പാട്ടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പാട്ട് കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടുവെന്ന് വേണം പറയാൻ. ഈ ഗാനം അതിഗുരുതരമായ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത്. കൂടാതെ അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയ പ്രസാദ് കുഴിക്കാലയെയും CPM പിന്തുണച്ചു. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവ് പ്രസാദ് കുഴിക്കാല തന്നെയാണെന്നും പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകാൻ കൂടുതൽ ഹൈന്ദവ സംഘടനകൾ ബന്ധപ്പെടുന്നുണ്ടെന്നും രാജു എബ്രഹാം അറിയിച്ചു. എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ മറുപടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. പാരഡി ഗാനം പാടുന്നത് കേരളത്തിൽ ആദ്യമായാണോ എന്നാണ് VD സതീശൻ ചോദിക്കുന്നത്. ഇതേ അയ്യപ്പ ഭക്തിഗാനം കൊണ്ട് CPIM പാരഡി ഗാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തിരിച്ചടിച്ചു. 11 വർഷം മുമ്പാണ് ഇതേ ഗാനം വെച്ച് CPIM പാരഡി ഗാനം ഇറക്കിയത്. അതും K കരുണാകരൻ വാഹനത്തിൽ പോകുന്നതിന് കളിയാക്കിയാണ് ആ പാട്ടുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇപ്പോൾ MLA PC വിഷ്ണുനാഥും CPMനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു പാട്ടിനെ ഭയന്ന് പോലീസിനും തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകാൻ പോകുന്നു. സത്യം പറഞ്ഞാൽ CPMന്റെ ഈ അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ് വിഷ്ണുനാഥ് പറയുന്നത്. ഏതായാലും PC വിഷ്ണുനാഥിന്റെ വീഡിയോ ഒന്ന് കാണാം. CPM എത്തിയിരിക്കുന്നത് ഇന്നലെ വരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുക, എന്നിട്ട് ഒരു പാട്ട് ഞങ്ങളെ പേടിപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോലീസിലോട്ട് പോവുക, ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോവുക. ഈ ഒരു അവസ്ഥ അത് അങ്ങേയറ്റം ദയനീയമാണ്, സഹതാപം അർഹിക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിൽ ഞാനന്ന് പറഞ്ഞായിരുന്നു, ഇത് എഴുതിയ ആളെ അറിയില്ല. അപ്പം നിങ്ങൾ മാധ്യമങ്ങളാണ് എഴുതിയത്, ഒരു കുഞ്ഞബ്ദുള്ളയാണ്, അദ്ദേഹം ഖത്തറിലുള്ള പ്രവാസിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കൊടുത്തു. പാടിയത് മലപ്പുറത്തുള്ള ഒരു ഡാനിഷാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ എല്ലാവരും കൊടുത്തു, അദ്ദേഹത്തെ കൊണ്ട് പാട്ടൊക്കെ പാടിച്ചു. ഇപ്പോൾ ഇവർ CPMക്കാർ നടത്തുന്ന ഹേറ്റ് ക്യാമ്പയിൻ, ഈ കുഞ്ഞബ്ദുള്ളക്കെതിരെ അടക്കം നടത്തുന്ന ഈ ഹേറ്റ് ക്യാമ്പയിൻ, ഇത് എവിടേക്കാണ് കേരളത്തെ കൊണ്ട് എത്തിക്കുന്നത്? എന്താണ് ഇവർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ ഇവർ പരാജയപ്പെട്ടതിന് ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു കാരണം തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണ്? ആ കൊള്ളക്കാരെ ഇപ്പോഴും പാർട്ടിക്കെതിരെ നടപടിയെടുക്കാതെ, പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കാതെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ്. അത് മാത്രമല്ലല്ലോ, ഇവിടെ ആശാ വർക്കർമാരുടെ സമരം ഉണ്ടായി, അവരെ പരിഹസിച്ചു, അവരെ അധിക്ഷേപിച്ചു, അവരെ പാട്ടപെറുക്കികളെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടായിരുന്നല്ലോ. ഈ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോയ ജനങ്ങൾ ഈ കേരളത്തിലെ പാവപ്പെട്ട ആശാ വർക്കേഴ്സ് അമ്മമാരെ പാട്ടപെറുക്കികളെന്ന് ആക്ഷേപിച്ചു, അവരുടെ സമരത്തെ അവഗണിച്ചു. ഇവിടെ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, അവരുടെ സമരങ്ങളുണ്ടായി, അവരെ നിങ്ങൾ അവഗണിച്ചു. തീരദേശ മേഖലയിൽ ഒരുപാട് സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി, അവരെ നിങ്ങൾ പരിഹസിച്ചു. അവരെ നിങ്ങൾ തീരദേശത്തെ ആളുകളെ തീവ്രവാദികളെന്ന് മുദ്രകുത്തി. കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു, അത് നിങ്ങൾ അവഗണിച്ചു. വിലക്കയറ്റമുണ്ടായി, നിങ്ങളൊന്നും ചെയ്തില്ല. തൊഴിലില്ലായ്മ രൂക്ഷമായി, നിങ്ങളൊന്നും ചെയ്തില്ല. അഴിമതി പല രൂപത്തിൽ വന്നു, നിങ്ങൾ ആ അഴിമതിക്കാരെ എല്ലാം സംരക്ഷിച്ചു. ഇതെല്ലാം നിങ്ങൾക്കെതിരായി വന്നു. ജനങ്ങൾ ഗംഭീരമായ തിരിച്ചടി നൽകി. അപ്പോൾ ആ തിരിച്ചടിയിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് തിരുത്തി വിനയാന്വിതരാകുന്നതിന് പകരം ഈ പാട്ടെഴുതിയ കുഞ്ഞബ്ദുള്ളക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഈ മാസം രണ്ടാമത് വോട്ട് ചെയ്യാൻ അവസരം ഇല്ലാത്തതുകൊണ്ടാണ്. ഈ മാസം ഒരിക്കൽ കൂടെ വോട്ട് ചെയ്യാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇതും കൂടെ ചേർത്ത് അവരുടെ പ്രതികരണം രേഖപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞില്ല, അതല്ല, അത് മാത്രമല്ല, പക്ഷെ അതൊരു പ്രധാന വിഷയമാണ് കേരളത്തിൽ. കാരണം ആ കുഞ്ഞബ്ദുള്ള തന്നെ പറഞ്ഞല്ലോ, ഈ ശബരിമല, അദ്ദേഹം ഒരു വിശ്വാസിയാണ്, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഞാൻ മാധ്യമത്തിൽ കൂടെ അറിഞ്ഞതാണ്, എനിക്കുണ്ടായ ഒരു വേദനയിൽ നിന്നാണ് ആ പാട്ട് പിറക്കുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയോടുള്ള ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകമായ പ്രതിഷേധമാണത്. അപ്പോൾ നമ്മൾ പല രൂപത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തും. ഒരു പാട്ടെഴുത്തുകാരൻ, അദ്ദേഹം 600ഓളം പാട്ടുകൾ എഴുതിയ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ ഒരു പ്രതിഷേധമാണ് ഇത്. വികാരം വ്രണപ്പെട്ടു എന്നാണ് പറയുന്നത്. വികാരം വ്രണപ്പെടാൻ ഈ പാട്ട് കേട്ടാൽ സാധ്യതയുള്ള ഒരേ ഒരാൾ ഈ കട്ടിട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് മാത്രമാണ്. കാരണം ഈ കട്ടവർക്കെതിരെ പാട്ട് എഴുതുമ്പോൾ ആരുടെ വികാരമാണ് വ്രണപ്പെടുന്നത്? കട്ടവരുടെ വികാരമേ വ്രണപ്പെടുത്തുള്ളൂ, വേറെ ആർക്കും ഒരു വികാരം വ്രണപ്പെടാനില്ല. അപ്പോൾ അതുകൊണ്ട് വികാരം വ്രണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ പരിഹാസ്യരാകാൻ പോകാതെ
ഗവൺമെന്റിന് തിരുത്തേണ്ട ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ ഇവർക്കെതിരെ നടപടി എടുക്കണം. എടുത്തിട്ടില്ല. അത് ഇവർക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ആരോഗ്യ മേഖലയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തല്ലേ ഇവിടെ വേണു എന്ന് പറഞ്ഞൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടത്? ഡോക്ടർ ആരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ നിങ്ങളെല്ലാം ലോകത്തെ മുഴുവൻ കേൾപ്പിച്ചതല്ലേ, കാണിച്ചതല്ലേ? അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഇവരുടെ തോൽവിക്ക് കാരണം. അപ്പൊ അത് മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം സർക്കാരിനൊരു കുഴപ്പമില്ല, ജനങ്ങളെല്ലാം സംതൃപ്തരാണ്, അവരാഹ്ലാദ തന്തുലിതരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യായവാദങ്ങളുമായിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ഇനി ഇതിനേക്കാൾ വലിയ തിരിച്ചടി. ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തതിന് ഏപ്രിൽ വരെ കാത്തിരിക്കണമെന്നുള്ള ഒരു ടെൻഷനിലാണ് അവര്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മാസം ഒരിക്കൽ കൂടി അവസരം കൊടുത്താൽ ഇപ്പൊ കിട്ടേണ്ട അത്രയും പോലും ഇനി കിട്ടാൻ പോണില്ല. അല്ല ഞാൻ പറഞ്ഞത് പാട്ടുകൾ പാരടിയൊക്കെ ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതിൽ സിനിമയ്ക്ക്, നാടകത്തിന്, പാരടിക്ക് ഒക്കെ അതിൻ്റെതായ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇനി ഇവരിപ്പോ ഒരു പരാതി കൊടുത്തോണ്ട് ഇനി കേരളത്തിൽ ആരും പാട്ടെഴുത്തില്ലെന്നാണോ? പാട്ടൊക്കെ ഇനി ഉണ്ടാവുന്നേ. ഇനി ഇതുപോലത്തെ വിവിധ മേഖലകളിലെ ഗവൺമെന്റിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിട്ടുള്ള സർഗാത്മകമായ പ്രതിഷേധം എഴുത്തുകാർ ഇപ്പം ഇത് ഞങ്ങളാരും ചെയ്തതല്ലല്ലോ. ഇപ്പം ഞങ്ങൾ പുറത്തിറക്കിയ പാട്ടാണോ? ഇത് എഴുതിയ ആളെ കണ്ടെത്തിയതും പാട്ട് പാടിയ ആളെ കണ്ടെത്തിയതും ഞാൻ ഡൽഹിയിൽ പാടിയതിനു ശേഷം മാധ്യമങ്ങളാണ് ഇവരെ അന്വേഷിച്ചു പോയി കണ്ടെത്തിയത്. ഞങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നവരല്ല, ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിലും ഇത് വന്നതല്ല, ഞങ്ങളാരും ചെയ്തതല്ല. അപ്പം അങ്ങനത്തെ ഒരു പാട്ട് സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. നമ്മുടെ വീട്ടിൽ സ്വീകരണ മുറിയിൽ ഇരുന്ന് പാടിയാൽ പോലും വൈറലാകുന്ന കാലത്ത് ഇതൊക്കെ അതിൻ്റെ ആ സ്പിരിറ്റിൽ എന്തുകൊണ്ട് CPM പോലെ കലാകാരന്മാരൊക്കെ ഉള്ള ഒരു പാർട്ടി കഴിഞ്ഞ ദിവസം നമ്മൾ പ്രതിഷേധിച്ചില്ലേ നിശാഗന്ധിയിലൊക്കെ? എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിഷേധിച്ചത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിശാഗന്ധിയിൽ പ്രതിഷേധിക്കുക, നേരെ പോയി ഒരു പാട്ടിനെതിരെ പരാതി കൊടുക്കുക. ഈ കോമഡിയല്ലേ ഇവർ നടത്തുന്നത്? അപ്പോൾ ശരി.